തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകം. കുട്ടിയെ മർദ്ദിച്ചു കൊന്നതെന്ന് പോലീസ്. ദുരൂഹ മരണത്തിൽ അമ്മയും പങ്കാളിയും കസ്റ്റഡിയിൽ. ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. കുട്ടിയെ മർദ്ദിച്ചു കൊന്നതാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ദുരൂഹ മരണത്തിൽ ഇപ്പോൾ അമ്മയും പങ്കാളിയും കസ്റ്റഡിയിലാണ്. ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഇടയിൽ ഇത്തരത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒരു പങ്കാളിയെയും അമ്മയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, ഇപ്പോൾ 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത്. ദുരൂഹ മരണത്തിൽ ഇപ്പോൾ അമ്മയും പങ്കാളിയും ഒക്കെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്? ഇന്നലെയാണ് ഇത്തരത്തിൽ 1.5 വയസ്സുകാരനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു എന്നാണ് ഇന്നലെയൊക്കെ തന്നെ വന്ന വിവരം. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിലാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ദേഹത്ത് അസ്വാഭാവികമായ മുറിവുകൾ കണ്ടെത്തുന്നതും തുടർന്ന് രണ്ടാം അച്ഛനെ ഇത്തരത്തിൽ സംശയത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ ഇന്നായിരുന്നു. അതായത് കുട്ടിയുടെ അമ്മൂമ്മ അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഈ രണ്ടാം അച്ഛൻ പലതവണയായിട്ട് കുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പോലീസ് ഈ രണ്ടാം പിതാവിനെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, നിരന്തരമായി ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു. ഈ ഉപദ്രവം മൂലം കുട്ടിക്ക് ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കുട്ടി മരണപ്പെട്ടതെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയും രണ്ടാം അച്ഛൻ അഷ്കറയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അമ്മയുടെ അതായത് കുട്ടിയുടെ രണ്ടാമത്തെ അച്ഛനാണ് ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തി. കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അതേ തുടർന്ന് അമ്മ അഖിലയും അഷ്കറും ഒന്നിച്ച് താമസിക്കുകയാണ്. ഇരുവരും വിവാഹം കഴിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതിനിടയിൽ കുട്ടി ഛർദ്ദിക്കുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ആ വേളയിലെല്ലാം അഷ്കർ പോലീസിന് നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് കുട്ടി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടതെന്ന്. എന്നാൽ അടുത്ത ബന്ധുക്കളടക്കം ഇത്തരത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ഇൻക്വസ്റ്റ് നടപടിക്കിടയിൽ ഇത്തരത്തിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലടക്കം ഉപദ്രവിച്ച പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ദേഹത്ത് ചെറിയ വട്ടത്തിൽ പൊള്ള തരത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞ നിലയിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കളിക്കുന്നതിനിടയിൽ അപകടം പറ്റിയെന്നാണ് ആ വേളയിലെല്ലാം പറഞ്ഞിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ അമ്മ തന്നെ പോലീസിൽ പരാതി നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. പകരം കുട്ടിയെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കുട്ടിയെ മരണപ്പെട്ട നിലയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അന്നേ ദിവസം അമ്മ സ്ഥലത്തുണ്ടായിരുന്നില്ല. അമ്മ തമിഴ്നാട്ടിലായിരുന്നു. അമ്മ ഡാൻസറാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി തമിഴ്നാട്ടിൽ പോവുകയായിരുന്നു. ആ സമയത്ത് രണ്ടാം അച്ഛനാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ അമ്മ അഖിലയും രണ്ടാം അച്ഛൻ അഷ്കറയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കുട്ടിയെ മർദ്ദിച്ചു കൊന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. ദുരൂഹ മരണത്തിൽ അമ്മയും പങ്കാളിയും ഒക്കെ കസ്റ്റഡിയിലെത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.